വിജയ് സ്റ്റാലിൻ രാഷ്ട്രീയ പോര് കത്തുന്നു. സിനിമാ സെറ്റല്ല നിയമസഭ, വിജയ്ക്കെതിരെ തുറന്നടിച്ച് സ്റ്റാലിൻ. വിജയുടെ പ്രസംഗം കേട്ട DMK പുറത്തേക്ക്. പഞ്ച് ഡയലോഗിൽ മറുപടി നൽകി ഉദയനിധി സ്റ്റാലിനും. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് നിയമസഭയിൽ അരങ്ങേറിയ പുതിയ നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ പ്രസംഗവും അതിനിടെ നടത്തിയ ഒരു കയ്യാങ്യവും ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ മുൻ മുഖ്യമന്ത്രിക്കായില്ല. സംഭവത്തെ രൂക്ഷമായി വിമർശിച്ച് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ രംഗത്തെത്തിയതോടെ വിവാദം വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറി. വിജയ്ക്ക് സ്റ്റാലിൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുമുള്ള ഏറ്റവും ഉയർന്ന ജനാധിപത്യ വേദിയാണ് നിയമസഭ. എന്നാൽ അത് ഒരു ലൈവ് ക്യാമറയോ സിനിമാ സെറ്റോ അല്ലെന്ന് സ്റ്റാലിൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി വിജയ് സഭയെ രാഷ്ട്രീയ നാടകത്തിനുള്ള വേദിയാക്കി മാറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു ഈ വിവാദ സംഭവങ്ങളുടെ തുടക്കം. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ DMKക്കെതിരെ കടുത്ത വിമർശനങ്ങളും അഴിമതി ആരോപണങ്ങളും വിജയ് ഉന്നയിച്ചു. പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിൽ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്ന സ്റ്റാലിന്റെ ഒരു കയ്യാങ്യം വിജയ് അനുകരിച്ചതാണ് സഭയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മുഖ്യമന്ത്രിയുടെ ഈ നടപടി സഭയുടെ അന്തസ്സിന് യോജിച്ചതല്ലെന്നും രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കാനായി നിയമസഭയെ ഉപയോഗിക്കരുതെന്നും സ്റ്റാലിൻ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി DMK അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ വിവാദം അവിടെ കൊണ്ടും അവസാനിച്ചില്ല. പ്രസംഗത്തിനിടെ വിജയ് സിനിമാ ശൈലിയിലേക്ക് മാറി. സ്പീക്കറുടെ അനുമതി തേടി ഒരു കുട്ടിക്കഥ പറയട്ടുമാ എന്ന് ചോദിച്ച വിജയ് ഒരു വൃദ്ധനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം ഉൾപ്പെടുത്തി ഒരു കഥ തന്നെ അവതരിപ്പിച്ചു. സ്റ്റാലിനെയും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെയും നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു കഥയെങ്കിലും ഇരുവരെയും ലക്ഷ്യമിട്ടുള്ള പരിഹാസമാണെന്ന് DMK ആരോപിച്ചു. DMK ഭരണകാലത്ത് പദവികൾ പണത്തിന് വിൽക്കപ്പെട്ടുവെന്നും ജനങ്ങളുടെ പണം കൊള്ളയടിക്കപ്പെട്ടുവെന്നും വിജയ് ആരോപിക്കുകയുണ്ടായി. എന്നാൽ തന്റെ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്തായാലും ഇതുകൂടി കേട്ടപ്പോൾ സ്റ്റാലിൻ അടങ്ങിയിരുന്നില്ല. വൈദ്യുതി മുടക്കം, കർഷകരുടെ പ്രശ്നങ്ങൾ, ക്രമസമാധാന രംഗത്തെ വെല്ലുവിളികൾ, തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി നൽകുന്നതിനു പകരം ആരോപണങ്ങളിലും പഞ്ച് ഡയലോഗുകളിലും മുഖ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നാണ് സ്റ്റാലിൻ തിരിച്ചു മറുപടി നൽകിയത്. പ്രതിപക്ഷത്തിന്റെ പ്രേരണയിലാണ് കർഷകർ പ്രതിഷേധിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം കർഷക സമൂഹത്തെ അപമാനിക്കുന്നതാണെന്ന് സ്റ്റാലിൻ എടുത്തു പറഞ്ഞു. ഇക്കഥയെല്ലാം കേട്ട് അല്പം മാറിയിരുന്ന പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ നിയമസഭയിൽ കുട്ടിക്കഥ പറഞ്ഞ വിജയെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി നൽകി. ചെങ്കൽപ്പേട്ട് കോടതിയിൽ ഭർത്താവിനെ തേടുന്ന ഭാര്യയുടെ കഥ എല്ലാവർക്കും അറിയാമെന്ന പരാമർശത്തിലൂടെയാണ് ഉദയനിധി പൊട്ടിത്തെറിച്ചത്. ഇതിനിടെ തന്റെ പ്രസംഗം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കു മുന്നിൽ വിശദീകരിക്കുന്നതിനും പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമാണെന്ന് വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ അഴിമതിക്കെതിരായ പോരാട്ടം ശക്തമായി തുടരുമെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് എന്നും സാക്ഷിയായ തമിഴ്നാട് നിയമസഭയിൽ ഇത്തവണയും വാക്കുപോരും പ്രതിഷേധങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞ നാടകീയ നിമിഷങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ രാഷ്ട്രീയ നേട്ടം ആർക്ക് ലഭിക്കും എന്നതാണ് ഇനി രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും ഉറ്റുനോക്കുന്നത്. നിയമസഭയിലെ ഈ സംഭവങ്ങൾ വരും ദിവസങ്ങളിലും തമിഴ്നാട് രാഷ്ട്രീയത്തെ ചൂട് പിടിപ്പിക്കുമെന്നത് ഉറപ്പാണ്.